ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറിയും ദോശയാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് മോർണിംഗിൽ ദോശയും കടലക്കറിയും വേണമെന്ന്. അങ്ങനെ ഞാനത് ഉണ്ടാക്കി അവൻ കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴാണ് മനസ്സിലാവുന്ന, അവൻ ഇതല്ലേ വിചാരിച്ചത് ഗ്രീൻ പീസ് കറിയാണെന്ന്. അവൻ പറയണം, അമ്മ ഈ കളർ അല്ല, എനിക്ക് ഗ്രീൻ കളറിലുള്ളതാണ് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇന്നെന്തായാലും അമ്മ ഇതല്ലേ ഉണ്ടാക്കിയത്, നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവൻ ഒരു ഒന്നര ദോശ കഴിച്ചു. അപ്പോൾ ഇന്ന് സാറ്റർഡേ അല്ലേ, ഇന്ന് മോന് സ്കൂളിൽ പോകണ്ട, ഇന്ന് നാളെയും പോകണ്ട. അപ്പോൾ അത് കാരണം ഹസ്ബൻഡിനും ഇന്ന് പോകണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തെ നേരത്തെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറത്തുള്ളൂ. ചായ നല്ല ചൂടോടെ കുറച്ച് നേരം സമയം എടുത്തേ കുടിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ കുടിച്ചിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറി എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ അങ്ങനെ കടലയെല്ലാം വന്ന് ചോദിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഞാനൊരു 3 ദോശയും കടലക്കറി കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലതായിട്ട് കറി ദോശയുടെ ചേർത്ത് കഴിച്ചാലേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കഴിച്ചത്. പിന്നെ അതിനോടൊപ്പം ചായ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചായ ലവേഴ്സാണ്. ഒരു ദിവസം മാക്സിമം ഒരു 4-5 ചായയെങ്കിലും കുടിക്കും. നോർമലി നമ്മുടെ ശരീരത്തിന് ചായ അധികം കുടിക്കുന്നത് നല്ലതല്ല. പക്ഷേ കുഞ്ഞിലേ ഉള്ള ശീലമാണ്. വീട്ടിൽ എൻ്റെ അമ്മ ക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ചായ ഇടുമ്പോൾ നമുക്കും കൊണ്ടുതരും. അങ്ങനെ കുടിച്ച് ചായ ഇപ്പോൾ എത്ര നേരം ചായ ആര് കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് എത്ര നേരമൊന്നും നോക്കത്തില്ല, കുടിക്കും. അത്ര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ദോശയും കടലക്കറിയും ചായയും ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി ലഞ്ചിനായിട്ട്, അപ്പോൾ ഇതൊക്കെ കഴിച്ചിന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മാത്രമേ ലഞ്ചിന് ഉള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.